ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ ഈമാൻ നിലനിർത്തി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കേവർക്കും അവൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പ്രവാചകനേറെ തണലായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയും. പ്രവാചകനെ പുറത്തു നിന്നുള്ള എല്ലാ അക്രമങ്ങളിൽ നിന്നും പല പീഡനങ്ങളിൽ നിന്നും പ്രവാചകനെ സഹായിച്ചിരുന്നത് അബൂ ത്വാലിബാണ്. മാനസികമായി കൊണ്ടുള്ള പല പ്രയാസങ്ങളിൽ നിന്നും പ്രവാചകനെ സംരക്ഷിച്ചിരുന്നത് അത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇരുഭാഗങ്ങളിൽ നിന്നും രണ്ട് തണലുകളായി നിലകൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ, ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് ഒരേ വർഷത്തിലാണ്, നുബൂവത്തിൻ്റെ 10ാം വർഷത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യധികം ദുഃഖത്തിലായി. ചരിത്രങ്ങളിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പുറത്തേക്ക് ഇറങ്ങൽ അത് വളരെയധികം വിരളമായിരുന്നു എന്നാണ്. അത്രയധികം ദുഃഖത്തിലായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകളുടെ ആക്രമണങ്ങൾ അത് വീണ്ടും വർദ്ധിച്ച പാടെ തൻ്റെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് പോവുകയാണ്. ത്വായിഫിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസമാണ് താമസിച്ചത്. ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ത്വായിഫിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് ലഭിക്കുന്നത് അതിനേക്കാൾ മോശമായിക്കൊണ്ട് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പീഡിപ്പിച്ചതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനിപ്പിച്ചുകൊണ്ടാണ് ത്വായിഫ് റസൂലുള്ളയെ പറഞ്ഞയച്ചത്. പ്രയാസങ്ങൾക്ക് മേൽ വീണ്ടും പ്രയാസം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നാട്ടിലേക്ക്, മക്കയിലേക്ക് തിരിക്കുകയാണ്. ആ മക്കയിലേക്ക് പ്രവേശിക്കാനിരിക്കെ മക്കയിലുള്ള ആളുകൾ തടഞ്ഞു വെക്കുന്നു. മുഹമ്മദ്, താങ്കൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. താങ്കൾക്ക് ഇത്രയും കാലം ഇവിടെ അഭയം നൽകാൻ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. ഇനി താങ്കളെ അഭയം നൽകാൻ താങ്കൾക്ക് ആരുണ്ട്? ആരെങ്കിലും അഭയം തന്നാലല്ലാതെ ഈ മക്കയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോഴാണ് മുതഅബ് ഇബ്നു അദി എന്ന് പറയുന്ന മുശ്രിക്കായിരുന്ന, എന്നാൽ പ്രവാചകനെ അതിയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പ്രവാചകനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് പറയുകയാണ്, ഞാനിതാ മുഹമ്മദിന് അഭയം നൽകിയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മക്കയിൽ താമസമായി തുടങ്ങുകയാണ്. ആ കാലഘട്ടത്തിലാണ് എല്ലാവരാലും അവഗണനകൾ ഏറ്റുകൊണ്ട് പ്രവാചകൻ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഏറ്റവും ഉന്നതിയിലുള്ള പ്രവാചകന്റെ തൻ്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു മുഅ്ജിസത്തായി കൊണ്ട് അറിയപ്പെടുന്ന ഇസ്റാ വൽ മിഅ്റാജ്, രാപ്രയാണം, അല്ലാഹുവിലേക്കുള്ള യാത്ര. അതൊരു മിഅ്റാജാണ്, മുഅ്ജിസത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് ഖുർആനാണ്. ഇതല്ല ഏറ്റവും വലിയ മുഅ്ജിസത്ത്, ഖുർആനാകുന്നു ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതിലൊരിക്കലും ഒരു കൂട്ടിക്കലർപ്പുകളില്ലാതെ ലോകാവസാനം വരെ അത് നിലനിൽക്കും. ആ ഗ്രന്ഥത്തിലുള്ള ആയത്തുകൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. എന്നാൽ പ്രവാചകന് ലഭിച്ച മറ്റൊരു മുഅ്ജിസത്താണ് ഇസ്റാ വൽ മിഅ്റാജ്. പ്രവാചകൻ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ വീടിൻ്റെ മേൽക്കൂര പിളർത്തിക്കൊണ്ട് 3 മലക്കുകൾ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. മറ്റൊരു റിവായത്തിൽ കഅബയിലായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 3 ആളുകൾ വരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാതി മയക്കത്തിലായിരുന്നു. ഉറക്കം പൂർണ്ണമായി ശരിയായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തുകൊണ്ടുപോയി സംസം കിണറിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തുകയാണ്. ആ ഹൃദയം സംസം വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. പിന്നീട് ഈ 3 മലക്കുകൾ
രണ്ട് പാത്രങ്ങൾ കൊണ്ടുവരും. ഒന്നിൽ ഈമാനുണ്ട്, മറ്റൊന്നിൽ ഹിക്മത്തുണ്ട്. ആ രണ്ട് ഹിക്മത്ത് എന്ന ഈ രണ്ട് പാത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് നിറച്ചുകൊണ്ട് അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള യാത്രക്കുള്ള വാഹനം തയ്യാറായിട്ടുണ്ട്. ബുറാഖ് എന്ന വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതൊരു മൃഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ വിശേഷണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് കോവർ കഴുതയേക്കാൾ ഒരല്പം ഉയരമുള്ള ഒരു ജീവിയാണ്. വെളുത്ത നിറമാണ് അതിനുള്ളത്. കയറ്റം കയറുമ്പോൾ അതിൻ്റെ പിൻകാലുകൾ ഒന്ന് അല്പം വലുതാകും. അത് ഇറക്കമിറങ്ങുമ്പോൾ അതിൻ്റെ മുൻകാലുകൾ അല്പം വലുതാകും. അതിൻ്റെ സഞ്ചാരം കണ്ണെവിടെത്തുമോ അവിടേക്ക് കാലെത്തും. അത്രയും വേഗതയിലായിരുന്നു ബുറാഖ് എന്ന തൻ്റെ വാഹനം സഞ്ചരിച്ചിരുന്നത്. കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമയും ഉണ്ട്. രണ്ടുപേരും കൂടി യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങി ആദ്യ യാത്ര ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്നാൽ യാത്ര നേരിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല പോയിട്ടുള്ളത്. ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൻസിൽ, താങ്കൾ ഇറങ്ങുക, ഫസ്വൽ, താങ്കൾ നമസ്കരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിച്ചു. ശേഷം ഇർകബ്, നീ കയറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, താങ്കൾ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കരിച്ച ഈ സ്ഥലം അതേതാണെന്ന് താങ്കൾക്ക് അറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അലം, അല്ലാഹുവിനറിയാം, എനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുത്തു, ഹാദാ യത്രിബ്, ഇത് യത്രിബാകുന്നു, ത്വയ്ബ, മദീനയാകുന്നു. താങ്കളെ ഈ മക്കക്കാർ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. ഹിജ്റ ചെയ്ത് താങ്കൾക്ക് വരാനുള്ള സ്ഥലം അത് യത്രിബാണ്. ഈ മദീനയിലേക്കാണ് താങ്കൾ ഇവിടേക്ക് വരാനുണ്ട്. ഹിജ്റ ചെയ്ത് താങ്കൾക്ക് ഇവിടെയാണ് പ്രവേശിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും യാത്ര തുടർന്നു. മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അൻസിൽ, നീ ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ച് വീണ്ടും വാഹനത്തിലേക്ക് കയറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ സ്ഥലം ഏതാണെന്ന് താങ്കൾക്ക് അറിയാമോ? പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അലം, പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് മദിയനാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒരു മരച്ചുവടിൽ വിശ്രമിച്ച ആ മദിയൻ എന്ന് പറയുന്ന പ്രദേശമാണ് താങ്കൾ നമസ്കരിച്ച ഈ സ്ഥലം. വീണ്ടും യാത്ര തുടർന്നു. മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. ഇതേതാണ് സ്ഥലം? ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് തൂരി സീനാ പർവ്വതത്തിൻ്റെ മേൽഭാഗമാണ്, അവിടെ വെച്ചാണ് നമസ്കരിച്ചത്. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവസാനം ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലത്ത് അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവസാനം ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് എത്തിച്ചേർന്നത്. ആ യാത്രക്കിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വൃദ്ധ കാണുന്നു. പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമയും അവിടേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഒരു വൃദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട്. എന്നാൽ അവർ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിളിയാളം കേൾക്കുന്നു. എന്താണ് ആ വിളിയാളം? ഹലുമ്മ യാ മുഹമ്മദ്, മുഹമ്മദ് ഇവിടേക്കൊന്നു വരും. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹേ മുഹമ്മദ്, അവിടേക്ക് ശ്രദ്ധിക്കരുത്, അതിന് പിറകെ പോകരുത്, താങ്കൾ മുന്നോട്ട് നടക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തോട് മുന്നോട്ട് നടക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് തുടർന്നു. പിന്നീട് മുന്നോട്ട് തുടർന്നപ്പോൾ 3 ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരേറ്റു. അവർ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അവ്വൽ, അസ്സലാമു അലൈക്കും യാ ഹാശിർ, അസ്സലാമു അലൈക്കും യാ ആഖിർ. പ്രവാചകൻ സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അവ്വൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് ഏറ്റവും ആദ്യമായി കൊണ്ടെത്തുന്ന ആ ഉമ്മത്ത് പ്രവാചകനായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലായിരിക്കും എല്ലാ ആളുകളും അവിടെ ഹാശിർ, അവരെ ചുറ്റപ്പെടുക, അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഉമ്മത്താണ്. അസ്സലാമു അലൈക യാ ആഖിർ, അവസാനത്തെ ഉമ്മത്ത് എന്ന നിലക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്രവാചകരെ സലാം അടക്കൂ. പ്രവാചകൻ അവർക്ക് സലാം അടക്കി. അങ്ങനെ തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവർ യാത്രയായി. ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിബ്ലയുടെ ഭാഗത്തായി കൊണ്ടാണ് അവർ യാത്ര അവസാനിപ്പിച്ചത്. അങ്ങനെ തൻ്റെ വാഹനമായ ബുറാഖിനെ അവിടെ ബന്ധിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ അകത്തേക്ക് കയറി 2 റക്അത്ത് നമസ്കരിക്കുകയുണ്ടായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അവസാനിച്ച സമയം ജിബ്രീൽ അലൈഹിസ്സലാം 3 പാത്രങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ടു. ഒന്നാമത്തെ പാത്രത്തിൽ വെള്ളമായിരുന്നു, രണ്ടാമത്തെ പാത്രത്തിൽ മദ്യമായിരുന്നു, മൂന്നാമത്തെ പാത്രത്തിൽ പാലായിരുന്നു എന്ന പ്രവാചകന് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാലിനെ തിരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾ ഇതാ ശുദ്ധ പ്രകൃതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മദ്യമായിരുന്നു താങ്കൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ താങ്കളുടെ ഉമ്മത്ത് മുഴുവൻ മോശമായി തീരുമായിരുന്നു. പക്ഷേ താങ്കൾ ഇതാ ശുദ്ധ പ്രകൃതി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന പട്ടണത്തിലേക്ക് ഇറങ്ങിയെന്നാണ് ചരിത്രത്തിൽ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് അദ്ദേഹത്തിന് നരകത്തിലെയും സ്വർഗത്തിലെയും ചില കാഴ്ചകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഈ ഹദീസെല്ലാം ഉദ്ധരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എങ്ങനെയായിരുന്നു ആ നരകം? ആ നരകത്തെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതൊരു തീച്ചൂളയായിരുന്നു, ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിലെ ചില കാഴ്ചകൾ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ ഹൂറുൽ ഐനുകളെ കുറിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെടാറുണ്ടോ? സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് പ്രവാചകരെ താങ്കൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടാറുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ സ്വർഗീയ സ്ത്രീകളാകുന്നു. ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ കറുകറുത്ത കണ്ണുകളുള്ള സ്ത്രീകളാണ്. ഏറ്റവും നല്ല കറുത്ത കണ്ണുകൾ, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും മുന്തിയ ഘടകം അത് അവരുടെ കണ്ണുകളാണ്. ആ കണ്ണുകളിലെ കൃഷ്ണമണിക്ക് ഏറ്റവും കറുപ്പ് വർദ്ധിച്ചാൽ അത് ഏറ്റവും സൗന്ദര്യമാണ്. അതിലെ കറുപ്പുകൾ വർദ്ധിക്കുന്നു, അതിലെ വെളുപ്പുകൾ ഏറ്റവും വെളുപ്പുള്ള സ്ത്രീകളായിക്കൊണ്ട്, കണ്ണുകളായിക്കൊണ്ട് അത്തരം സ്ത്രീകൾ, അതാണ് നാളെ പരലോകത്ത്, നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ സ്ത്രീകൾ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സലാം പറഞ്ഞു. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ലോകത്ത് ഏറ്റവും നന്നായി ജീവിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സൃഷ്ടിച്ചിട്ടുള്ള വർഗങ്ങളാണ്, ഹൂറുൽ ഐനുകളാണ് എന്ന് അവർ പ്രത്യേകം പരിചയപ്പെടുത്തി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചു മടങ്ങുകയുണ്ടായി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചു മടങ്ങി അവിടെ വെച്ചാണ് പിന്നീട് എല്ലാ പ്രവാചകന്മാരെയും അവിടെ ഹാജരാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നമസ്കരിച്ചു. ഈ പ്രവാചകന്മാർക്കെല്ലാം ഇമാമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. ശേഷം നമസ്കാരം അവസാനിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരാളെ പരിചയപ്പെടുത്തി. യാ മുഹമ്മദ്, ഇതാകുന്നു മാലിക്, നരകത്തിന്റെ കാവൽക്കാരൻ മാലിക് ഇതാകുന്നു. അദ്ദേഹത്തിന് സലാം പറയാൻ ആവശ്യപ്പെട്ടു. മാലിക് അലൈഹിസ്സലാം നേരത്തെ ഇദ്ദേഹത്തോട് സലാം ഇങ്ങോട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ് അവിടെ പിരിയുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം നേരത്തെ കണ്ട 3 കാഴ്ചകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചകരെ, താങ്കൾ നേരത്തെ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ, ഒരു വൃദ്ധയെ കണ്ടു. ആരാണ് ആ വൃദ്ധ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തി കൊടുത്തു, ആ വൃദ്ധക്ക് എത്രയാണോ പ്രായമുള്ളത് അത്ര പ്രായം മാത്രമേ ഇനി ദുനിയാവിനുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിതനായി എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ലോകം അവസാനിക്കാനായി. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് ലോകം ഇനിയുണ്ട് കാലങ്ങൾ. പല ആളുകളും ചോദിച്ച് അവർ പറയാം, ഇനി ലക്ഷം കണക്കിനുണ്ട് എന്നാണ്. അതൊരു വിശ്വാസിയുടെ വിശ്വാസമല്ല. ഏത് സമയത്തും അടുത്ത ദിവസം തന്നെ ലോക അവസാനം ആയിട്ടുണ്ട് എന്ന് ആഗ്രഹിക്കണം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തൊരു ഇടി കണ്ടാൽ, മഴ പെയ്യുന്നതൊന്ന് ശക്തമായി പെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുമായിരുന്നു എന്നാണ്. എന്തേ പ്രവാചകൻ ഭയപ്പെടുന്നത്? അന്ത്യനാളെങ്ങാനും അടുത്തോ എന്ന് പ്രവാചകൻ പോലും ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോഴും അതിലൊന്നും ഭയപ്പാടില്ല. നമുക്കിപ്പോഴും അന്ത്യലോകം അതെന്നോ വരാനുള്ള കാലം. നമ്മുടെ മക്കളിലൂടെ 10 തലമുറ കഴിഞ്ഞാലേ ആ അന്ത്യനാളെത്തൂ എന്നാണ് നമ്മളിപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനും സ്വഹാബാക്കളുടെ പ്രവാചകന്മാരുടെ ഈമാനും തമ്മിലുള്ള വ്യത്യാസമാണത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. എല്ലാ കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് ഓരോ സമയവും ആ അന്ത്യദിനത്തിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ്. രണ്ടാമത്തേത്, പ്രവാചകൻ ഒരു വിളികാളം കേട്ടു, ഹലുമ്മയാ മുഹമ്മദ്, മുഹമ്മദേ ഇവിടേക്ക് വരുമെന്ന് പ്രവാചകൻ വിളിച്ചതാരാണ്? അത് ഇബ്ലീസാണ്.
ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾ അവരെ അടുത്തു പോകരുതെന്ന് പറഞ്ഞാൽ ആ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിലേക്ക്, ഇബ്ലീസിലേക്ക് താങ്കൾ ഒരിക്കലും അടുത്തു പോകരുത്, താങ്കളുടെ ഉമ്മത്തും അടുത്തു പോകരുതെന്നാണ്. മൂന്നാമത്തേത്, 3 ആളുകളെ കണ്ടു. പ്രവാചകനോട് സലാം പറഞ്ഞ 3 ആളുകൾ, ഒന്ന് മൂസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഈസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7ാം ആകാശത്തേക്കുള്ള യാത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമയും 1ാം ആകാശത്തേക്ക് എത്തി. അവിടെ വെച്ച് ആകാശം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഫ്തഹ്, തുറക്കണം. 1ാം ആകാശം, അതിന് കൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്, അത് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അത് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് ചില വിളിയാളങ്ങൾ, മൻ അൻത, ആരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാകുന്നു. അവിടെ നിന്ന് വീണ്ടും മറ്റൊരു ചോദ്യം, വമൻ മഅക, ആരാണ് നിന്റെ കൂടെയുള്ളത്? മുഹമ്മദ്, അത് മുഹമ്മദ് പ്രവാചകനാകുന്നു. വഖദ് ബുഇത ഇലൈഹി, തിരിച്ചൊരു ചോദ്യം, അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? 1ാം ആകാശത്തുള്ള മലക്കുകളാണ്. ആ മലക്കുകളായിട്ട് പോലും അടിയിലുള്ള ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ ഒരാൾക്കും ഒന്നും അറിയില്ല. തെളിവാണ് സഹോദരങ്ങളെ. ഇന്ന് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് മറഞ്ഞ മനസ്സിലുള്ള പല കാര്യങ്ങളും പറയുന്നത്? അള്ളാന്റെ പല സൃഷ്ടികളായ കേവലമായ ഭൂമിയിലുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത മനുഷ്യർക്ക് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിലുള്ള കാര്യം അറിയാമെന്ന് ഇന്ന് പല ആളുകളും പാടി നടക്കുന്നുണ്ടല്ലോ, ഔലിയാക്കളെന്നും തങ്ങന്മാരെന്നും പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, ആ മലക്കുകൾക്ക് പോലും അവരുടെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിട്ടുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. വഖദ് ബുഇത, എത്തിയിട്ടുണ്ട്, പ്രവാചകനായിട്ടുണ്ട് എന്നാണ്. ഫഫുതിഹ ലനാ, പ്രവാചകൻ പറഞ്ഞു, ആ ഹദീസിൽ ഒരിക്കൽ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ആകാശ കവാടം തുറക്കപ്പെട്ടു എന്നാണ്. 1ാമത്തെ ആകാശത്തിലുണ്ടായിരുന്നത്, അവിടെ വെച്ച് ആളുകളെ എല്ലാം പരിചയപ്പെട്ട്, അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമയെ അവിടെ വെച്ച് കാണപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒരു വലിയ ജനാവലി തന്നെയുണ്ട്. വലതുഭാഗത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം അതാ സന്തോഷിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ദുഃഖിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, വലതുഭാഗത്തേക്കുള്ളത് സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്, ഇടതുഭാഗത്തുള്ളത് നരകത്തിലേക്കുള്ള ആളുകളാണ്. അവരെ കാണുമ്പോഴാണ് അദ്ദേഹം ദുഃഖിക്കുന്നത്. അങ്ങനെ 2ാമത്തെ ആകാശത്തേക്ക് എത്തി. അവിടെയും കാവൽക്കാരായ മലക്കുകളുണ്ട്. ഇതേ ചോദ്യം ആവർത്തിക്കുന്നു, ആരാണ്? ജിബ്രീലാണ്. കൂടെ ആരാണുള്ളത്? അദ്ദേഹത്തിന് പ്രവാചകത്വം നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. അവിടെയുള്ള മലക്കുകളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നത് മറ്റൊരു നബിയായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമയും യഹ്യാ നബി അലൈഹിസ്സലാമയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈസാ നബിയുടെ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അവർ രണ്ടുപേരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈസാ നബി അലൈഹിസ്സലാമയുടെ രൂപമെല്ലാം പ്രവാചകൻ സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മുടിയെല്ലാം ഈറനണികൊണ്ട്, വെള്ളമെല്ലാം വെള്ളത്തുള്ളിയായിക്കൊണ്ട്, ഏറ്റവും നല്ല ഒത്ത ശരീരമായിക്കൊണ്ട്, അവരുടെ ഉയരം അത് കൂടിയ ഉയരമല്ല, കുറഞ്ഞ ഉയരമല്ല, അതിന് ഇടത്തരമായിക്കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു രൂപം ഈസാ നബി അലൈഹിസ്സലാമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നതായി കാണാം. നാളെ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും ഈസാ നബിയെ വിവരിക്കുന്നത്. അങ്ങനെ 3ാമത്തെ ആകാശത്തേക്ക് കടക്കുകയാണ്. അവിടെയും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അവിടെ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കാണുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ആദം നബിക്കാണ് ഏറ്റവും സൗന്ദര്യം അള്ളാഹു നൽകിയിട്ടുള്ളത്. പൂർണ്ണ സൗന്ദര്യം അത് ആദമിന് നൽകിയിട്ടുണ്ട്. ആ ആദമിന്റെ പകുതി സൗന്ദര്യം അത് യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. 4ാമത്തെ ആകാശത്തേക്ക് പ്രവേശിച്ചു. അവിടെയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സലാം പറഞ്ഞു, സലാം അടക്കി. പിന്നീട് 5ാമത്തെ ആകാശത്തേക്ക് കയറുകയാണ്. ആ ആകാശത്തും ഇവിടെ ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാമക്ക് ശേഷം പിന്നീട് 5ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബി അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സലാം പറഞ്ഞു. പിന്നീട് 6ാം ആകാശത്തേക്ക് കടക്കുകയാണ്. അവിടെ ഈ മലക്കുകളുടെ ചോദ്യമുണ്ടായി. പിന്നീട് അവിടെ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാമയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. സലാം പറഞ്ഞു.
മൂസാ നബി അലൈഹിസ്സലാമയോട് സംസാരിച്ചുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം കരയുന്നു. മൂസ, എന്തിനാണ് താങ്കൾ കരയുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി പറയുന്നത്, എൻ്റെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പ്രവാചകന്റെ ഉമ്മത്തിലെ ആളുകളാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്. പിന്നീട് 7ാം ആകാശത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി. അങ്ങനെ 7ാം ആകാശത്തുണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം, അദ്ദേഹം വൃദ്ധനായിരുന്നു. പക്ഷേ വൃദ്ധനാണെങ്കിൽ പോലും ഒരു ഗാംഭീര്യമുള്ള ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹാദാ അബൂ, പ്രവാചകരെ, ഇത് താങ്കളുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ബൈത്തുൽ മഅ്മൂർ എന്നൊരു കെട്ടിടത്തിലേക്ക് ചാരിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബൈത്തുൽ മഅ്മൂർ? പ്രവാചകർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂമിയിൽ കഅബയുടെ നേരെ മുകളിലായിക്കൊണ്ട് 7ാം ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചിട്ടുള്ള, അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഭവനമാണ് ബൈത്തുൽ മഅ്മൂർ. മലക്കുകളാണ് അവിടെ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മലക്കുകൾ ഓരോ ദിവസവും 70,000 മലക്കുകൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം മറ്റു 70,000 മലക്കുകൾ അവിടേക്ക് പ്രവേശിക്കുന്നു. ലോകം തുടങ്ങിയത് മുതൽ അവസാനിക്കും വരെ ഈ പ്രോസസ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 70,000 മലക്കുകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ബൈത്തുൽ മഅ്മൂറിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. പിന്നീട് അവിടെ വെച്ചാണ് സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു മരത്തെ, ഒരു വൃക്ഷത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ആ മരത്തെ അടുത്തു കൊണ്ടുവരപ്പെട്ടു. ആ മരത്തിന്റെ ഫലം അത് വളരെ വലുതായിരുന്നു എന്നാണ്. അതിന്റെ ഇല അത് ആനയുടെ ചെവി പോലെ വളരെ വലുതായിരുന്നു എന്നെല്ലാം ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. മാത്രമല്ല, ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാണ് മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ കൈമാറുന്നത് എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിൽ ചെറിയ ചെറിയ ടെന്റുകൾ ഉണ്ടായിരുന്നു. ഓരോ ടെന്റുകളും അത് മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടുമായിരുന്നു അത് തയ്യാറാക്കപ്പെട്ടിരുന്നത് എന്നാണ്. മാത്രമല്ല, അതിന് അരികിലൂടെയായിക്കൊണ്ട് ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നു, ഇത് ഏതാണ് നദി? പ്രവാചകനോട് പറഞ്ഞു, ഹാദാ നെഹ്റുൽ കൗസർ, ഇത് കൗസർ എന്ന നദിയാകുന്നു. പ്രവാചകൻ അതിന്റെ ഓരോ വിശേഷണങ്ങളും സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിയിലൂടെയുള്ളത് ചരൽക്കല്ലുകൾ, പവിഴങ്ങളും മുത്തുകളുമാണ്. അതിലുള്ള പാത്രങ്ങൾ അത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളാകുന്നു. അതിന് തൊട്ടടുത്തുള്ള മണൽക്കൂനകൾ അതെല്ലാം കസ്തൂരിയുടെ മണലാകുന്നു എന്ന്, അതുപോലെ തന്നെ അതിന്റെ നിറം പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ബിലാൽ, താങ്കളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ വെച്ച് കേട്ടു, താങ്കളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ വെച്ച് കേട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിലാണ് പറയുന്നത്. പിന്നീട് അള്ളാഹുവിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അടുപ്പിക്കപ്പെട്ടു. അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കപ്പെട്ടു. അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നേ വരെ കണ്ടിട്ടില്ല. പ്രവാചകനെ കാണാൻ സാധിക്കുകയില്ല. ഈ ഹദീസുകളെല്ലാം വിശദീകരിച്ച സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിനെ കണ്ടുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എങ്ങനെ കാണാനാണ്? അള്ളാഹുവിന് ഒരു പ്രകാശമല്ലേ, ആ പ്രകാശത്തിനപ്പുറം എങ്ങനെ അള്ളാഹുവിനെ കാണാനാണ് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞിരിക്കുന്നത് കളവാണ് എന്നാണ്. അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അത് സ്വർഗത്തിലല്ലാതെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. ഈ ഭൂമി ലോകത്ത് വെച്ച് ഒരാൾക്കും അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, അവിടെ വെച്ചാണ് പ്രവാചകൻ ഒരു സമ്മാനം കൈമാറി. 50 വഖത്തുള്ള നമസ്കാരം അത് പ്രവാചകന് കൈമാറി. തിരിച്ചു വരുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു, താങ്കളുടെ ഉമ്മത്തിന് ഈ 50 വഖത്ത് അത് താങ്ങുകയില്ല, കുറക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. വീണ്ടും തിരിച്ചു നടക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. അങ്ങനെ തിരിച്ച് നടന്ന അവസാനം 45 വഖത്തുകൾ കുറച്ച് 5 വഖത്തായി ആ നമസ്കാരത്തെ ചുരുക്കപ്പെട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്കത് 5 വഖത്താണെങ്കിൽ പോലും
50 വഖത്തിന് ഞാൻ എന്താണോ പ്രതിഫലം നിശ്ചയിച്ചിരുന്നത് അതേ പ്രതിഫലം അതിലൊരു കുറവും വരുത്താതെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ്. സഹോദരങ്ങളെ, 5 വഖത്തേ ഉള്ളൂ. 50 വഖത്ത് ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെ നമസ്കരിക്കണം? ഓരോ അരമണിക്കൂറിലും നമ്മൾ പള്ളിയിലേക്ക് വരണം, നമസ്കരിക്കണം. അത് നമുക്ക് പ്രയാസമാണ്. അത് അള്ളാഹു നൽകിയിട്ടില്ല. 5 വഖത്ത്. എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത്? ആ 5 വഖത്ത് പോലും ഇന്ന് പലപ്പോഴും പല ആളുകളും വൈകിട്ട് രാത്രിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാം ഒന്നിച്ച് എല്ലാ ആളുകളും ആ അസർ നമസ്കാരം, സുബ്ഹി മുതൽ ഇശാ വരെയുള്ള നമസ്കാരം എല്ലാം ഒറ്റയടിക്കൊരു നിസ്കാരം. സഹോദരങ്ങളെ, ഇങ്ങനെ നമസ്കാരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരലോകത്തെത്തിയപ്പോൾ, അവിടെ എത്തിയപ്പോൾ നരകത്തിലുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നരകത്തിലെ ചില കാഴ്ചകൾ ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യനതാ ഒരു പാറക്കല്ലെടുത്തുകൊണ്ട് അയാളുടെ തലയിലേക്ക് ഇടുന്നു. ആ കല്ലതാ ഉരുണ്ടുപോയിക്കൊണ്ട് വീണ്ടും അത് അയാളുടെ തലയിലേക്ക് ഇടുന്നു. അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ? എന്താണ് ഇയാൾ ഇങ്ങനെ പ്രയാസപ്പെടാൻ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അയാൾ സമയത്തിന് നമസ്കരിക്കാത്ത വ്യക്തിയായിരുന്നു എന്നാണ്. എന്തിനയാളുടെ തലയിലേക്ക് തന്നെ ഇടണം? അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം അനുസരിക്കാത്ത തൻ്റെ കൈകാലുകളും അതിൻ്റെ കാലുകളൊക്കെ അല്ലേ പള്ളിയിലേക്ക് നടന്നു പോകേണ്ടത്? ശരിക്കും അവിടെയല്ലേ ആ പാറക്കല്ലിടേണ്ടിയിരുന്നത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അതിനുള്ള ചിന്ത അത് തലയിലാണ് വന്നിട്ടുള്ളത്. ആ തലയിൽ ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ അയാൾ നടന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു, അയാൾ നമസ്കരിക്കുമായിരുന്നു. അയാൾ അത് നിർവഹിച്ചിട്ടില്ല. ആ ശിക്ഷ അയാൾക്ക് ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, 5 വഖത്തിന് 50 വഖത്തിന്റെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 വഖത്തിന്റെ ആ സമയത്തെങ്കിലും നമ്മൾ ആ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ കൃത്യതയാർന്ന കണിശതയാർന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആ നമസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവിടെ നിന്ന് മറ്റു ചില കാഴ്ചകളെല്ലാം കാണുകയുണ്ടായി. നരകത്തിൽ ചില ശിക്ഷകൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ചെമ്പിൻ്റെ നഖമുള്ള ചില ആളുകൾ അവരുടെ മുഖം സ്വയം മാന്തിപ്പൊളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള ആളുകളുടെ പച്ചമാംസം ഭക്ഷിക്കുന്ന പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർക്കുള്ള ശിക്ഷയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പറഞ്ഞു നൽകുന്നുണ്ട്. മറ്റൊരാൾ രക്തപ്പുഴയിൽ, ഒരു രക്തത്തിൻ്റെ പുഴയിൽ അയാൾ അതാ കരയിലേക്ക് നീന്തി അടുക്കുകയാണ്. എന്നാൽ ആ കരയുടെ അരികിലിരുന്നു കൊണ്ട് മറ്റൊരാൾ കല്ലുകൊണ്ട് ഇയാളെ ആട്ടിപ്പറഞ്ഞയക്കും. കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും ആ കരയിൽ നിന്നും അദ്ദേഹത്തെ ആട്ടിയകറ്റും. ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇയാൾ? എന്തുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു? അയാൾ പലിശയുമായി സഹകരിച്ച വ്യക്തിയാണ് എന്നാണ്. പലിശ ഭക്ഷിക്കുന്നുണ്ടോ? പലിശക്ക് നമ്മൾ സഹകരണം കാണിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, അവർക്കുള്ള ശിക്ഷയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. നമ്മുടെ വിശ്വാസം അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. വിശ്വാസത്തിനൊരു പോറലേൽക്കാൻ നമുക്ക് പാടില്ല. ആ സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സുഗന്ധം അനുഭവപ്പെട്ടു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ, എന്താണ് ഈ സുഗന്ധം? എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു, ഇത് ഫിർഔനിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെയും മക്കളുടെയും സുഗന്ധമാണ്. എന്താണ് അവർ ചെയ്തത്? അവരുടെ കൊട്ടാരത്തിൽ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന, അതെല്ലാം ശരിയാക്കി കൊടുത്തിരുന്ന ഒരു മാഷിത്ത, ആ ഒരു സ്ത്രീ, ആ സ്ത്രീ തൻ്റെ ആ ഫിർഔനിന്റെ മകളുടെ മുടി ശരിയാക്കി കൊടുക്കുമ്പോൾ അത് താഴേക്ക് വീണു. ആ വസ്തു എടുക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. കുട്ടി ചോദിക്കുന്നു, എൻ്റെ ഉപ്പയാണോ പറയുന്നത്? ആന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും ഉന്നതനായ അള്ളാഹു റബ്ബ് എന്ന് പറയുന്ന ആ ഫിർഔൻ, എൻ്റെ ഉപ്പയാണോ പറയുന്നത്? ആ കുട്ടിയോട് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ ഉപ്പയല്ല, എന്നെയും നിന്റെ ഉപ്പയുമെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ആ അള്ളാഹുവിനെ, ആ സൃഷ്ടാവിനെയാണ് ഞാൻ പറയുന്നത്, അള്ളാഹു. അങ്ങനെ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉപ്പയോട് പറയട്ടെയോ? നിന്റെ ഉപ്പയോട് നിനക്ക് ആവശ്യമെങ്കിൽ പറയാം. ഉപ്പയോട് പറഞ്ഞു. ആ ഉപ്പ വിളിച്ചു വരുത്തി അവർക്കുള്ള ശിക്ഷ ഏർപ്പാടാക്കി. ഒരു ചെമ്പിൽ തിളച്ച എണ്ണ തയ്യാറാക്കപ്പെട്ട് ഓരോ മക്കളെയും അതിലേക്ക് ഇടുന്നു. അവസാനം
ചെറിയ ഒരു കുഞ്ഞിനെ, മാസങ്ങളോളമുള്ള ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിനെയും അതിലേക്ക് ഇടാൻ നേരം ഈ സ്ത്രീ ഒന്ന് പിറകോട്ട് വലിഞ്ഞു എന്നാണ്. ആ കുഞ്ഞ് സംസാരിച്ചു. ചരിത്രത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിച്ച 3 കുട്ടികളിൽ ഒരു കുട്ടി ഈ കുട്ടിയാണ്. ആ കുട്ടി സംസാരിക്കുന്നുണ്ട്, ഉമ്മ, നാളെ പരലോകത്തുള്ള ശിക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവിലെ ശിക്ഷ അത് തുച്ഛമാണ് ഉമ്മ, ഇതിന് ഭയക്കേണ്ട ആവശ്യമില്ല. ആ ഉമ്മയും കുട്ടിയും ആ ചെമ്പിലേക്ക് ചാടിക്കൊണ്ട് അവരെ ശിക്ഷയ്ക്ക് വിധേയയാക്കുകയാണ് ഉണ്ടായത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ എന്ത് പ്രയാസങ്ങളുണ്ടായാൽ ആ വിശ്വാസത്തിനൊരു പോറലേറ്റാൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷ അത് നമുക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഓരോ കൽപ്പനകളും അത് അനുസരിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള അതേ മാർഗത്തിലായിരിക്കണം. ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടായാൽ പോരാ, അതിനെ പ്രവാചകൻ പറഞ്ഞ രീതിയിലായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഈ മാസം പല ആളുകളും കർമ്മങ്ങൾ ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞത് കൊണ്ടല്ല. അവർ പറഞ്ഞത് ഇതൊക്കെ നല്ലതല്ലേ. പല ആളുകളും ഈ മാസത്തിൽ റജബ് 27 ഇസ്രാ എന്ന പേരിൽ, ഇസ്രാ നടന്നിട്ടുള്ളത് റജബ് മാസം 27 അതിന്റെ പേരിലായിക്കൊണ്ട് ചില ആളുകൾ നോമ്പ് നോൽക്കുന്നു. ആ നോമ്പ് നോറ്റുകൊണ്ട് അവർ പുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ നോമ്പില്ല. ഈ ഹദീസ്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ ഹദീസ് ഏകദേശം 17ഓളം സഹാബാക്കൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സഹാബാക്കളും ഇതേവരെ പറഞ്ഞിട്ടില്ല അന്നു മുതൽ ഇത്രയും കാലം ഞങ്ങൾ ആ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന്. മാത്രമല്ല സഹോദരങ്ങളെ, ഇസ്രാ നടന്നത് റജബ് 27 എന്നുള്ളത് ഒരു ഉറപ്പും ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഒരു ഉറപ്പുള്ള കാര്യമല്ലേ ഇസ്ലാമിൽ കൃത്യമായി തെളിവാകും. എന്നാണ് പെരുന്നാളിന്റെ നോമ്പുള്ളത്, പെരുന്നാൾ എന്നാണെന്നുള്ളത് കൃത്യമായൊരു തെളിവുണ്ട്. എന്നാണ് ദുൽഹജ്ജ് 10 വരെയുള്ള നോമ്പ്, എന്നാണ് ആശുറാ, എന്നാണ് താസുആ, കൃത്യമായ ഡേറ്റുകളുണ്ട്. എന്നാൽ പണ്ഡിത ലോകത്ത് ഇന്നൊരിക്കലും ആ ഇസ്രാ മിഅ്റാജിന്റെ നോമ്പ് എന്ന പല ആളുകൾക്കും പല ഡേറ്റാണ്. അതൊരു നിർബന്ധ കർമ്മമായിരുന്നു, ഏറ്റവും പുണ്യകരമായ കർമ്മമായിരുന്നു എങ്കിൽ അത് ഇസ്ലാമിലൊരു കണിശത ഉണ്ടാവില്ല, അതിനുറപ്പുണ്ടാവില്ല. ഇന്ന ഡേറ്റ് ആണ് എന്ന ആളുകൾക്കിടയിൽ ഒരു ഇത്തിഫാഖ് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഒരിക്കലും അത് വന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ബിദ്അത്തായ കർമ്മങ്ങളാണ്. കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. പ്രവാചകൻ പഠിപ്പിച്ചു തരണം. പ്രവാചകൻ അനുഷ്ഠിച്ചില്ലാത്ത, സഹാബാക്കൾ അവരെല്ലാം ആചരിച്ചിട്ടില്ലാത്ത ഈ ഒരു നോമ്പ് നമുക്ക് എന്തിനാ സഹോദരങ്ങളെ? പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക സഹോദരങ്ങളെ, അത് നാളെ നരകത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഇസ്ലാമിൽ ഉള്ളതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കാര്യങ്ങളെല്ലാം കൃത്യമായി ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.